2 വർഷമായി ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് പലസ്തീന് നേരെ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ. ആയിരക്കണക്കിന് നിരപരാധികൾ കൊല്ലപ്പെടുകയും ഗാസ മുനമ്പ് ഒരു ശ്മശാന ഭൂമിയായി മാറുകയും ചെയ്തു. ഈ കൂട്ടക്കുരുതിയുടെ യഥാർത്ഥ ചിത്രങ്ങൾ ലോകത്തിന് മുന്നിലെത്തിച്ചത് മാധ്യമ പ്രവർത്തകരാണ്. എന്നാൽ ഈ യുദ്ധത്തിന്റെ മറവിൽ മാധ്യമ പ്രവർത്തകർക്കെതിരെ ഇസ്രയേൽ നടത്തുന്ന ആസൂത്രിത ആക്രമണങ്ങൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നു. മാധ്യമങ്ങളെ നിശബ്ദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രയേൽ സൈന്യം ഒരുക്കുന്ന തന്ത്രങ്ങളും അത് മാധ്യമ പ്രവർത്തകരുടെ ജീവനെ എങ്ങനെയാണ് അപകടത്തിലാക്കുന്നത് എന്നതുമാണ് ഈ വിഷയത്തിന്റെ കാതൽ. ഇസ്രയേൽ സൈന്യത്തിൽ ഒരു പ്രത്യേക വിഭാഗം തന്നെ മാധ്യമ പ്രവർത്തകരെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലെജിറ്റിമൈസേഷൻ സെൽ എന്നറിയപ്പെടുന്ന ഈ വിഭാഗത്തിന്റെ പ്രധാന ലക്ഷ്യം ഗാസയിലെ പത്രപ്രവർത്തകരെ ഹമാസ് പോരാളികളുമായി ബന്ധിപ്പിച്ച് ചിത്രീകരിക്കുക എന്നതാണ്. ഇത് ചെയ്യുന്നതിലൂടെ മാധ്യമപ്രവർത്തകർക്കെതിരെയുള്ള ആക്രമണങ്ങളെ ന്യായീകരിക്കാനും ലോകരാഷ്ട്രങ്ങളുടെ വിമർശനങ്ങളെ ദുർബലമാക്കാനും ഇസ്രയേലിന് സാധിക്കുമെന്ന് അവർ കണക്കുകൂട്ടുന്നു. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുക, മാധ്യമപ്രവർത്തകരെ തീവ്രവാദികളായി ചിത്രീകരിക്കാൻ ശ്രമിക്കുക, അതുവഴി അവരെ സൈനിക ലക്ഷ്യങ്ങളായി പ്രഖ്യാപിക്കുക എന്നിവയാണ് ഈ സെല്ലിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. അൽ ജസീറ റിപ്പോർട്ടറായ അനസ് അൽ ഷെരീഫിന്റെ കൊലപാതകം ഇതിന് വ്യക്തമായ ഉദാഹരണവുമാണ്. ഇസ്രയേൽ സൈന്യം അദ്ദേഹത്തെ ഒരു ഹമാസ് കമാൻഡറായി ആരോപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. ഇത് എന്നെ കൊല്ലാനുള്ള അനുമതി നേടാനുള്ള തന്ത്രമാണ് എന്ന് തന്റെ മരണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് ഷെരീഫ് മുന്നറിയിപ്പും നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമായി മാറുകയായിരുന്നു. ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ശേഷം ഗാസയിൽ കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ എണ്ണം ഞെട്ടിപ്പിക്കുന്നതാണ്. കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ്, റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് തുടങ്ങിയ സംഘടനകളുടെ കണക്കുകൾ പ്രകാരം 2023 ഒക്ടോബർ മുതൽ ഇന്ന് വരെ 200-ലധികം പലസ്തീനിയൻ മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത് അമേരിക്കൻ ആഭ്യന്തര യുദ്ധം, 1-ാം ലോക മഹായുദ്ധം, 2-ാം ലോക മഹായുദ്ധം, വിയറ്റ്നാം യുദ്ധം, അഫ്ഗാനിസ്ഥാൻ യുദ്ധം എന്നിവയിലെല്ലാം കൂടി കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ്. മാധ്യമ പ്രവർത്തകർക്ക് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജീവൻ നഷ്ടപ്പെട്ട ഒരു യുദ്ധമേഖലയായി ഗാസ മാറിയിരിക്കുന്നു. ലോകത്തിന് മുന്നിൽ സത്യം കൊണ്ടുവരാനുള്ള അവരുടെ ദൃഢനിശ്ചയമാണ് ഈ ഭീകരമായ കണക്കുകൾക്ക് പിന്നിലുള്ളത്. ഇസ്രയേലിന്റെ പ്രചാരണ യുദ്ധത്തെ ലോക മാധ്യമങ്ങൾ ശക്തമായി ചെറുക്കുന്നുണ്ട്. അൽ ജസീറ പോലുള്ള മാധ്യമ സ്ഥാപനങ്ങൾ തങ്ങളുടെ ജീവനക്കാർക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടും ഗാസയിലെ യഥാർത്ഥ വിവരങ്ങൾ ലോകത്തെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ്, കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ്സ് തുടങ്ങിയ സംഘടനകൾ മാധ്യമ പ്രവർത്തകർക്കെതിരെയുള്ള അതിക്രമങ്ങളെ ശക്തമായി അപലപിക്കുകയും ഇതിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ശബ്ദമുയർത്തുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ഗാസയിലെ മാധ്യമ പ്രവർത്തകർക്ക് ലോകത്തിന്റെ പിന്തുണ അനിവാര്യമാണ്. മാധ്യമ പ്രവർത്തകരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകണം. സത്യം പുറത്തു വരണം, നീതി നടപ്പാക്കണം. അല്ലാത്തപക്ഷം ലോകം സത്യം അറിയുന്നത് കൂടുതൽ ദുഷ്കരമാകും.